എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇതിഹാസത്തിലെ ശക്തമായ കഥാപാത്രത്തെ പരിചയപ്പെടാം. ലങ്കേശ്വരൻ്റെ ധർമ്മപത്നി. അസുരശില്പിയായ മയൻ തൻ്റെ ഓമനപുത്രിയോടുകൂടി ദേവമാർഗത്തിൽ നടന്നു വരികയായിരുന്നു. അതിമനോഹരിയായ കന്യക. അവളുടെ പൂഞ്ചായൽ മേഘമാലകളേക്കാൾ കറുത്തതായിരുന്നു. കണ്ണുകൾ നക്ഷത്രങ്ങളേക്കാൾ ഉജ്ജ്വലം. കൃശമായ ഉദരം സ്വർണ്ണവർണ്ണം. തൻ്റെ എല്ലാ കൊത്തുപണികളേക്കാളും സമ്പൂർണവും ലക്ഷണയുക്തവുമാണ് ഈ സുന്ദര വിഗ്രഹമെന്ന് മയന് തോന്നി. ഇവൾ തൻ്റെ പുത്രിയാണ്. ഇവൾക്ക് അനുരൂപനായ പുരുഷൻ ഈ ലോകത്തിൽ ആരുണ്ട്? മയൻ അഭിമാനത്തോടെ മകളുടെ കയ്യും പിടിച്ച് വീണ്ടും നടന്നു. മുൻപിലതാ ഒരു ജൈത്രയാത്രയുടെ ആരവം കേൾക്കുന്നു. വല്ല അസുരന്മാരും ദേവേന്ദ്രനെ ജയിച്ചതായി വരാം. അല്ലെങ്കിൽ ദേവേന്ദ്രൻ അസുരന്മാരെ ജയിച്ചതുമാവാം. മറ്റാരുടെയും മുന്നിൽപ്പെടാതെ അയാൾ വീണ്ടും നടന്നു. പെട്ടെന്നാണ് ആ ഉഗ്രഗംഭീര സ്വരം വഴി തടഞ്ഞത്. ശില്പിവര്യ, നിൽക്കൂ. അങ്ങയുടെ യാത്ര എങ്ങോട്ടാണ്? ആരാണീ സുന്ദരി? മയൻ പറഞ്ഞു, ഞാൻ എൻ്റെ മകൾക്ക് വരനെ തേടി പോകുകയാണ്. ത്രൈലോക്യ സുന്ദരിയായ മണ്ഡോദരിക്ക് ഉചിതനായ വരനെ എവിടെ കാണാൻ കഴിയും? പറഞ്ഞു തരൂ. പ്രതിയോഗി ചിരിച്ചു. ഞാൻ പുലസ്ത്യപുത്രനും ദേവവിജയിയുമായ രാവണനാണ്. ത്രൈലോക്യത്തിൽ എന്നേക്കാൾ വലിയ ആളില്ല. താങ്കളുടെ പുത്രിയെ എനിക്ക് തരൂ. മയൻ പറഞ്ഞു, വിരോധമില്ല. പക്ഷേ ഒന്നോർക്കണം, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടും സുചരിതയാണ് എൻ്റെ മകൾ. കാമചാരിയായ അങ്ങ് അവൾക്ക് അനുരൂപനാവുമോ? മണ്ഡോദരിയുടെ ഇഷ്ടത്തിന് വിധേയനായി ജീവിക്കാമെന്ന് സത്യം ചെയ്താൽ അവളെ തരാം. രാവണൻ മയപുത്രിയെ സാഗൂതം നോക്കി. ചാരിത്രവതിയായ പത്നിക്ക് ഭർതൃഹിതാനുവർത്തനമാണ് സ്വന്തഹിതം. ഞാൻ സത്യം ചെയ്യുന്നു ശില്പിശ്രേഷ്ഠ, ഇന്നു മുതൽ അങ്ങയുടെ പുത്രിക്ക് അധീനമാണ് എൻ്റെ ജീവിതം. തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ മയൻ സന്തോഷിച്ചു. ആ വിവാഹം നടന്നു. അങ്ങനെ രാക്ഷസ ചക്രവർത്തിയായ രാവണൻ്റെ പട്ടമഹിഷിയായി മണ്ഡോദരി ലങ്കയിൽ കുടിയിരുത്തപ്പെട്ടു. വിശ്വകർമാവിനാൽ നിർമ്മിതമായ ലങ്കാപുരിയിൽ വിശ്വത്തിലുള്ള സമസ്ത ഐശ്വര്യങ്ങളും നിറഞ്ഞിരുന്നു. പ്രകൃതി ശക്തികളെപ്പോലും രാവണൻ ചൊൽപ്പടിക്ക് നിർത്തി. അന്തപുരോദ്യാനങ്ങളിൽ പൂക്കൾ വിടരുവാൻ മാത്രമുള്ള ചൂടോടെ സൂര്യൻ അവിടെ പ്രകാശിച്ചു. ചന്ദ്രകാന്തശിലകളിൽ മഞ്ഞുനീർ കിനിയിച്ചുകൊണ്ട് പൂർണ്ണചന്ദ്രൻ എന്നും ഉദിച്ചു. പാരിജാത പരിമളം കലർന്ന മന്ദമാരുതൻ മാത്രം വീശി. നിത്യവസന്തമാണ്ട നഗരത്തിൽ നൃത്തമംഗളവാദ്യഗീതങ്ങൾ മുഴങ്ങി. ഇച്ഛാചാരിയായ പുഷ്പക വിമാനം നഗരാന്തരീക്ഷത്തിൽ പറന്നു. ഇത്ര സുന്ദരവും സുഖസമൃദ്ധവുമായ ജീവിതം സ്വർഗത്തിൽ പോലും ഇല്ല. പക്ഷേ ഇവയ്ക്കെല്ലാം അധിപതിയായ ദശമുഖൻ്റെ ധർമ്മപത്നി മാത്രം ശാന്തയും ഭർതൃഹിതാനുവർത്തിനിയുമായി അന്തഃപുരം ഭരിച്ചു പോന്നു. കാമലോലുപനായ രാവണൻ തൻ്റെ ജൈത്രയാത്രയ്ക്കിടയിൽ അനേകം സുന്ദരികളെ അപഹരിച്ചു കൊണ്ടുവരാറുണ്ട്. അവരിൽ പലരും ലങ്കേശ്വരൻ്റെ പ്രതാപത്തിൽ ഭ്രമിച്ച് വശംവദകളാകാറുണ്ട്. സർവേശ്യകളെയോ അനുകൂല നാരികളെയോ തൻ്റെ ഭർത്താവ് സ്വീകരിക്കുന്നതിൽ മണ്ഡോദരി എതിർത്തില്ല. ബഹുകളത്ര സംഗ്രഹം സാധാരണമായ കാലമാണ്. കൂടാതെ രാക്ഷസവംശത്തിൽ അത്ര വലിയ ചാരിത്രനിഷ്ഠയോട്ടില്ലതാനും. പക്ഷേ ബലാത്കാരേണ തട്ടിക്കൊണ്ടുവരുന്ന പതിദേവതകളായ സാധ്വികളെ പീഡിപ്പിക്കുന്നത് അവർ സർവപ്രകാരേണ നിരോധിച്ചിരുന്നു. വിശ്വവിജയിയായ രാവണൻ ഈ കൃശാംഗിയെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. എന്തെന്നാൽ ഇവൾ പെറ്റാണല്ലോ മേഘനാഥൻ എന്ന മഹാപരാക്രമശാലിയായ പുത്രൻ തനിക്കുണ്ടായത്. കൗമാരം കഴിയും മുമ്പ് തന്നെ 3 ലോകവും ജയിച്ച് ദേവേന്ദ്രനെ പിടിച്ചുകെട്ടി ലങ്കയിലെ തുറുങ്കിലടച്ച വീരനാണ് ഇന്ദ്രജിത്ത്. അക്ഷകുമാരനും അതുല്യ വിക്രമിയാണ്. പുത്രന്മാർ വളർന്നതിൽ പിന്നെ രാക്ഷസ ചക്രവർത്തിക്ക് രാജ്യഭരണ ക്ലേശം ഉണ്ടായിട്ടില്ല. ആദി ദ്രാവിഡ ശൈവ സംസ്കാരങ്ങളുടെ തലസ്ഥാനമായ ലങ്കയിൽ അന്ന് അമിതൈശ്വര്യത്തിൻ്റെ ഫലമായ മതോന്മത്തത നടമാടിയിരുന്നുവെന്ന് വാൽമീകി വിവരിക്കുന്നുണ്ട്. പക്ഷേ ലങ്കാലക്ഷ്മി മണ്ഡോദരിയുടെ രൂപത്തിൽ ധർമ്മദേവതയായി രൂപം കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു പോന്നു. രാക്ഷസവംശത്തിനാകെ ഈ പരമാർത്ഥമറിയാം. രാവണ സോദരിയും വിധവയുമായ ശൂർപ്പണഖ ജനസ്ഥാനത്തിൽ കാമചാരിണിയായി നടക്കുന്നത് മണ്ഡോദരി അറിയാതിരുന്നില്ല. രാക്ഷസ സ്ത്രീകൾ അബലകളല്ല. സ്വച്ഛന്ദചാരികളായ അവർക്ക് ഇഷ്ടപൂർത്തിക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
മായ കൊണ്ടോ മന്ത്രം കൊണ്ടോ ബലാത്കാരം കൊണ്ടുപോലുമോ ഇഷ്ടസുഖം നേടുവാൻ അവർ സുശിക്ഷിതരാണ്. അങ്ങനെ കാമമോഹിതയായ ശൂർപ്പണഖ രാമൻ എന്ന മനുഷ്യനെ സമീപിച്ചു. അയാൾക്കത് സമ്മതമല്ലെങ്കിൽ പോകട്ടെ, കേവലം കുരങ്ങിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പരിഹസിച്ചിട്ട് ഒടുവിൽ അനുജനെ കൊണ്ട് മൂക്കും മാറിടവും ഛേദിച്ച് വിട്ടതെന്തിന്? പ്രതികാരത്തിനെത്തിയ ഖരദൂഷണന്മാർ വധിക്കപ്പെട്ടു. ആലോലമൊഴുകുന്ന കണ്ണീരും ചോരയുമായി സഹോദരനെ സമീപിച്ച ശൂർപ്പണഖയോ അവൾക്ക് പക വീട്ടണമെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നോ? അതിസുന്ദരിയായ സീതയുടെ പേരും പറഞ്ഞ് ജ്യേഷ്ഠനെ ഇളക്കി വിട്ടതെന്തിന്? മണ്ഡോദരി രാജ്യകാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. പക്ഷേ ലങ്കയിലെ അരമന അവർക്കധീനമാണ്. അവിടെ അനീതികളൊന്നും നടക്കില്ല. അതുകൊണ്ട് കപടതന്ത്രങ്ങളും വഞ്ചനയും ബലാത്കാരവും കൊണ്ട് താൻ അപഹരിച്ച പരമപവിത്രയും അനവദ്യാംഗിയുമായ ജാനകിയെ രാവണൻ അശോകവനികയിൽ ഒളിപ്പിക്കുന്നത്. പക്ഷേ അവിടെയും മണ്ഡോദരിയുടെ സൂക്ഷ്മദൃഷ്ടികൾ ചെന്നെത്തി. തുടർച്ചയായ പീഡനങ്ങൾ കൊണ്ടും അനുനയങ്ങൾ കൊണ്ടും വശംവദയാകാത്ത വൈദേഹിയെ വധിക്കുവാൻ വാൾ ഉയർത്തിയപ്പോൾ മാത്രം ആ കനത്ത കൈ സ്വന്തം ഭാര്യയുടെ മൃദുലമായ പിടിയിൽപ്പെട്ട് നിശ്ചലമായിപ്പോയി. ശാസനയും വിനയവും കലർന്ന സ്വരത്തിൽ അവർ പറഞ്ഞു, തൂമുന്തിരിച്ചാറ് നിറഞ്ഞ ചഷകങ്ങളുമായി സൗധങ്ങളിൽ കാത്തിരിക്കുന്ന സുന്ദരികളെ അവർ ചൂണ്ടിക്കാണിച്ചു. മലിനതര ചിഗുരവസനം പൂണ്ട ഈ മനുഷ്യപ്പെണ്ണിനെ വെറുതെ വിട്ട് അങ്ങോട്ട് പോവാൻ അവരുപദേശിച്ചു. രാക്ഷസരാജാവ് ലജ്ജിതനായി പത്നിയോടൊപ്പം മടങ്ങി. എങ്കിലും സീതയെപ്പറ്റി മോഹം വിട്ടുകളയാൻ അയാൾ ശക്തനായില്ല. തുടർന്ന് ആപത്തുകൾ കൂട്ടത്തോടെ വരികയായി. ഒരു കുരങ്ങൻ്റെ വേഷത്തിൽ മൃത്യുദേവത ലങ്കയിൽ പ്രവേശിച്ച് നഗരം ചുട്ടരിക്കുകയും പുത്രനായ അക്ഷകുമാരനെ നിഗ്രഹിക്കുകയും ചെയ്തു. രാമലക്ഷ്മണന്മാരും വാനരസേനയും സാഗരത്തിൽ ചിറകെട്ടി ഇക്കരെ കടന്ന് നഗരം വളഞ്ഞു. രണഭേരികൾ മുഴങ്ങി. സമാധാന ദൗത്യവുമായി വന്ന സ്വന്തം അനുജൻ വിഭീഷണനെ പോലും രാവണന് ത്യജിക്കേണ്ടതായി വന്നു. സീതയെ തിരിച്ചുകൊടുത്ത് യുദ്ധം ഒഴിവാക്കുവാൻ അപ്പോഴൊക്കെ മണ്ഡോദരി രാവണനെ ഉപദേശിക്കാതിരുന്നില്ല. പക്ഷേ രാക്ഷസരാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമായി വളർന്നിരുന്നു. ത്രൈലോക്യ വിജയിയായ താൻ ഈ രണ്ട് മനുഷ്യാധമന്മാരുടെയും വാനരപ്പടയുടെയും മുമ്പിൽ തലകുനിക്കുകയോ? അങ്ങനെ അനിവാര്യമായത് സംഭവിച്ചു. രാമരാവണ യുദ്ധം നടന്നു. മക്കളും ബന്ധുക്കളും സേനാനായകന്മാരും പടയും ഒന്നൊന്നായി മരിച്ചു വീണു. ഒടുവിൽ രാമബാണമേറ്റ രാവണ ചക്രവർത്തി 10 തലകളും മുറിഞ്ഞ് പടക്കളത്തിൽ പതിച്ചു. വിശ്വൈക വീരനായ ഭർത്താവിൻ്റെ മൃതദേഹത്തിൽ തലതല്ലി മണ്ഡോദരി വിലപിച്ചു. ഭർതൃവിയോഗജന്യമായ ഈ മോഹത്തിൽ നിന്ന് മണ്ഡോദരി ഉണർന്നുവോ എന്ന് വാൽമീകി പറയുന്നില്ല. ഭർത്താവിൻ്റെ ചിതയിൽ ചാടി അവർ മരിച്ചതായും പറയുന്നില്ല. രാവണനോടുകൂടി മണ്ഡോദരിയുടെ കഥയും അവസാനിക്കുന്നു. പക്ഷേ 10 മുഖങ്ങളും 20 കൈകളുമുണ്ടായിരുന്ന ആ അസാമാന്യ ധിഷണാശാലിയായ രാക്ഷസ ചക്രവർത്തിയുടെ ചരിത്രത്തിൽ അവിഭാജ്യ ഘടകമാണ് മണ്ഡോദരി. അതുകൊണ്ട് തന്നെ രാമായണ മഹാചരിത്രത്തിലെ അതിപ്രധാനമായ കഥാപാത്രവുമാണ്. സീതയെപ്പോലെ സുപരിചിതയും സ്വാധിയും പതിവ്രതയുമായിരുന്ന രാവണപത്നിയെപ്പറ്റി വാൽമീകി വളരെ ബഹുമാനപൂർവ്വമാണ് സംസാരിക്കുന്നത്. സീതാന്വേഷണത്തിനായി ലങ്കയിലെത്തിയ ഹനുമാൻ ആ അത്ഭുത നഗരത്തിലെ ഹർമ്മ്യത്തിൽ ഉറങ്ങുന്ന മണ്ഡോദരിയെ കണ്ട് സീതയാണെന്ന് തെറ്റിദ്ധരിച്ചതായി അത്യന്തം തന്മയത്വത്തോടെ വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. ഈ സാമ്യ പ്രസ്താവന നമ്മുടെ പല നാടോടി കഥകളിലും കേൾക്കാമല്ലോ. സീത മണ്ഡോദരി പ്രസവിച്ച പുത്രിയായിരുന്നുവെന്നും അവൾ കുലനാശിനിയാണെന്ന പ്രവചനം കേട്ട് രാവണൻ തട്ടിക്കൊണ്ടുപോയി ഭൂമിയിൽ കുഴിച്ചിട്ടപ്പോൾ വായുവെടുത്ത് ജനകനെ ഏൽപ്പിച്ചതാണെന്നും മറ്റൊരു കഥയുണ്ട്. അതേതായാലും പഞ്ചകന്യകമാരിലൊരുവളായ മണ്ഡോദരിയും സീതയും തമ്മിൽ മാനസികമായ കർമ്മബോധം ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ലങ്കേശ്വരൻ്റെ ധർമ്മപത്നി എന്നും നമുക്ക് പ്രാതസ്മരണീയയായിരിക്കട്ടെ. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.